നമസ്കാരം. കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി SFIയുടെ ക്രിമിനൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ക്യാമ്പസുകളിൽ അവർ അഴിച്ചുവിടുന്ന അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇനി സമയം തികയാതെ വരുന്നു. അവർ കാണിച്ചു കൂടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു തടയിടാൻ CPMനോ അവരുടെ നേതാക്കൾക്കോ കഴിയുന്നുമില്ല. കഴിഞ്ഞ ദിവസം മാള ഹോളി ക്രോസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസോൺ കലോത്സവത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചത് SFIയുടെ ആംബുലൻസ് തടയൽ തന്നെയാണ്. ഇന്നലെ പുലർച്ചെയോടെയാണ് KSU SFI വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. അതേസമയം പരിക്കേറ്റ KSU വിദ്യാർത്ഥികളുമായി പോയ ആംബുലൻസ് SFI പ്രവർത്തകർ ചേർന്ന് ആക്രമിക്കുകയും ചെയ്തു. ആംബുലൻസിന് കുറുകെ കാറിട്ട് തടഞ്ഞ് അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ആംബുലൻസ് അടിച്ച് തകർക്കുകയും ചെയ്തു. KSUക്കാർ ചേർന്ന് SFI നേതാവിനെ ആക്രമിച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ആംബുലൻസ് തകർക്കൽ അരങ്ങേറിയത്. സംഭവത്തിൽ ഗവർണർ ആർലേക്കർ ഇടപെടുന്നതോടെ SFIക്കാരുടെ നിക്കറ് കീറും എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ആരോഗ്യ സുരക്ഷാ സേവന സ്ഥാപനങ്ങൾ അക്രമവും സ്വത്തിനുള്ള നാശവും തടയൽ ഭേദഗതിയിലൂടെ നിയമം സർക്കാർ കടുപ്പിച്ചിരുന്നു. ആരോഗ്യ രക്ഷാ സേവന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത താൽക്കാലിക രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാർ, രജിസ്റ്റർ ചെയ്ത നഴ്സുമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരാണ് ഉൾപ്പെട്ടിരുന്നത്. പുതുക്കിയ നിയമത്തിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടും. ആരോഗ്യ രക്ഷാ സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളതും ജോലി ചെയ്തു വരുന്നതുമായ പാരാമെഡിക്കൽ ജീവനക്കാർ, സെക്യൂരിറ്റി ഗാർഡുകൾ, മാനേജീരിയൽ സ്റ്റാഫുകൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ഹെൽപ്പർമാർ എന്നിവരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്രമ പ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ പ്രചോദനം നൽകുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാതെ 5 വർഷം വരെ തടവ് ശിക്ഷയും 50,000 രൂപയിൽ കുറയാതെ 2 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കും. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അക്രമം നടത്തുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആക്ട് ഭേദഗതി ചെയ്തത്. മാളയിലെ SFI ആക്രമണത്തിൽ ഈ വകുപ്പൊന്നും ചേർക്കാൻ സാധ്യത തീരെ കുറവാണ്. കാരണം രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേസിൽ ധാരാളമായിട്ടുണ്ടാകും. ഡിസോൺ കലോത്സവം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കാൻ നിർത്തിയ ചില വിദ്യാർത്ഥികൾക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. നാടക അവതരണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. മത്സരങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിച്ചതത്രേ. തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. ഇരുവിഭാഗത്തിലുമായി 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരെ ചാലക്കുടിയിലെയും മാളയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ് മാള പോലീസ് സ്ഥലത്തെത്തി. മാള ഹോളി ക്രോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കലോത്സവം നടക്കുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ കേരളവർമ്മ SFI യൂണിറ്റ് പ്രസിഡന്റ് ആശിഷിന്റെ നില ഗുരുതരവുമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ആശിഷ്. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് SFI ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ SFIക്കാരുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. വയലന്റ് സിനിമയായ മാർക്കോ മോഡലിലാണ് അവർ ആക്രമണം അഴിച്ചുവിട്ടത്. SFIയുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ ഗവർണർ നേരിട്ട് ഇടപെടുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.